തൃശൂർ വിയ്യൂരിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ തെങ്കാശിയിൽ നിന്ന് കണ്ടെത്തി. പോലീസ് പരിശോധനയ്ക്കിടെ പാറയിടുക്കിൽ വീണ ബാലമുരുകന് ഗുരുതരമായി പരിക്കേറ്റു. ബാലമുരുകന്റെ 15 മീറ്റർ അകലത്തിൽ തമിഴ്നാട് പോലീസ് എത്തിയതോടെ പാറയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. തൃശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിയ്യൂർ ജയിലിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകനെ പിടികൂടാനുള്ള സംഭവങ്ങളും നാടകീയമായ രംഗങ്ങളിൽ കലാശിക്കുകയാണ്. കഴിഞ്ഞ 22 മണിക്കൂറായി ബാലമുരുകന് വേണ്ടി തെങ്കാശിയിൽ പോലീസ് ഈ തെരച്ചിൽ നടത്തുകയാണ്. അതിനിടയിലാണ് ബാലമുരുകൻ ഇന്ന് പോലീസിനെ കണ്ട് ഭയന്നോടുകയും പിന്നീട് ഈ പാറയിടുക്കിൽ ചാടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ തെങ്കാശിയിലെ ബാലമുരുകന്റെ വീട്ടിലേക്ക് ബാലമുരുകൻ ആട് മേയ്ക്കുന്ന ആളുടെ വസ്ത്രം ധരിച്ച് ആ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് മഫ്റ്റിയിൽ പോലീസുകാരുണ്ടായിരുന്നു. അവർ ബാലമുരുകനെ കണ്ടപാതി ഈ കൂടുതൽ ഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നു, കൂടുതൽ പോലീസുകാർ വിവരം അറിയിക്കുന്നു. അങ്ങനെ 50ഓളം വരുന്ന സംഘാംഗങ്ങൾ ഈ വീട് വളഞ്ഞ് ബാലമുരുകനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബാലമുരുകൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സമീപത്തെ കടയത്ത് മലയിലേക്ക് ഓടിക്കയറി. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സന്ധ്യയോടുകൂടി ബാലമുരുകനെ 15 മീറ്റർ അകലത്തിൽ പോലീസ് കണ്ടെത്തുന്നു. ഇതോടുകൂടിയാണ് ബാലമുരുകനെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നത്. പക്ഷേ 15 മീറ്റർ അരികിൽ പോലീസ് എത്തിയതോടുകൂടി ബാലമുരുകൻ ഈ മലയിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. ഏകദേശം 150 മീറ്റർ താഴ്ചയിലേക്ക് ബാലമുരുകൻ ചാടി എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അതീവ ഒരു പ്രതിസന്ധിയിലേക്ക് പോലീസും ഫയർഫോഴ്സും എത്തുന്നു. ബാലമുരുകനെ സംബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 90 കേസുകളിൽ പ്രതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.